ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളെ സ്വന്തം അനോമിസ് ആണ്. ഓക്കെ, മക്കൾ എല്ലാവരും നിങ്ങളെ CM സ്കിഡ് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. LSS സ്പെഷ്യൽ ലൈവ് ആയിരുന്നു. അപ്പൊ ഇനി വരാൻ പോകുന്ന ഓരോ ദിവസവും ഈ മാസം അധികവും നിങ്ങൾക്ക് എന്തായിരിക്കും LSS സ്പെഷ്യൽ ലൈവുകൾ ഉണ്ടായിരിക്കും. പല പല സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ളത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാത്സിൻ്റെത് മാത്രമായിട്ടുള്ള ലൈവുകളും ഉണ്ടായിരിക്കും. അപ്പം കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഈ ലൈവുകളിലാണ് ഡിസ്കസ് ചെയ്യുക. സോ ഒരു ലൈവ് പോലും എന്റെ മക്കള് മിസ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കൂടുതലായിട്ടും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിങ്ങൾ നോക്കി കാണേണ്ട LSS ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാംഗിളിനെ, നമുക്കറിയാം നമ്മൾ ഷേപ്പുകളെ കുറിച്ചാണ് ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുന്നുണ്ടായിരിക്കുക. സോ റെക്ടാംഗിളിന്റെയും സ്ക്വയറിന്റെയും പ്രത്യേകതകൾ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ. റെക്ടാംഗിളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അതല്ലേ. അപ്പൊ റെക്ടാംഗിളിന്റെയും അതേപോലെ തന്നെ സ്ക്വയറിന്റെയും ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പെരിമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. സോ എന്താണ് ഒരു റെക്ടാംഗിളിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇങ്ങനെ നമ്മൾ ചുറ്റളവ് കാണാം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ് അല്ലേ. നമ്മളൊരു ചതുരത്തിന് ചുറ്റും വേലി കെട്ടാൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നൂല് കെട്ടാൻ അല്ലെ, ഒരു കാർഡിന്റെ ചുറ്റും നൂല് കെട്ടാൻ, അതുപോലെ തന്നെ ഒരു പുരയിടത്തിന് ചുറ്റും വേലി കെട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഈ ചുറ്റിലും നമ്മൾ കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ചുറ്റളവ് ഉണ്ടാവുന്നത് അല്ലെ. ഇതേ ഇവിടുന്ന് തുടങ്ങി നമ്മളിതാ കെട്ടിക്കെട്ടിതാ ഇവിടെ തന്നെ അവസാനിക്കുകയാണെങ്കിൽ അതാണ് ചുറ്റളവ്. സോ ഒരു ചതുരത്തിന് നീളമുണ്ട്, വീതിയുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? നീളവും വീതിയും ആഡ് ചെയ്യണം, കൂട്ടി നോക്കണം അല്ലെ. അപ്പൊ 2 തവണ നീളവും വീതിയും നമ്മളിങ്ങനെ കൂട്ടി നോക്കേണ്ട അവസ്ഥ വരികയാണ്. സോ അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നീളവും വീതിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാം. സോ നീളവും വീതിയും ആഡ് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. സോ ഇനി സ്ക്വയർ ആണെങ്കിലോ, സ്ക്വയർ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. കാര്യം സ്ക്വയറിന്റെ 4 സൈഡും ഈക്വൽ ആണ് അല്ലെ. 4 വശങ്ങളും എന്താണ്, ഈക്വൽ ആണ്. A ആണ് എല്ലാ സൈഡും ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് ഞാൻ ചുമ്മാ കൊടുത്തതാണ്. സോ ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും 5 ആയിരിക്കും. ഇനി അതല്ല, ഒരു സമചതുരത്തിന്റെ ചുറ്റളവില് നമ്മൾ കണ്ടുപിടിക്കണം എല്ലാ സൈഡും നമുക്ക് ഒരു സൈഡ് 3 ആണെങ്കിൽ എല്ലാ സൈഡുകളും സമചതുരം ആയതുകൊണ്ട് തന്നെ അത് 3 ആയിരിക്കും. സോ നമുക്കറിയാം ഒരു സൈഡ് A ആണെങ്കിൽ എല്ലാ സൈഡും A ആയിരിക്കും. സോ അതിന് ചുറ്റളവ് കണ്ടുപിടിക്കാൻ 4 തവണ ഞാൻ A ആഡ് ചെയ്യണം, കൂട്ടി നോക്കണം അല്ലേ. അപ്പൊ 4 തവണ A ആഡ് ചെയ്യുന്നതിന് പകരം 4 കൊണ്ട് എനിക്ക് ഗുണിച്ചാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അതാണ് 4 into 1 സൈഡ്. ഒരു സൈഡാണ് ഞാൻ A എന്നെടുത്തത് കേട്ടോ. ഓക്കെ, സോ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു ചോദ്യം, എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് സംശയം. അതിൽ ആദ്യത്തെ ചോദ്യമാണിത്. എന്താണ്? നൂലുപയോഗിച്ചുണ്ടാക്കിയ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ. അപ്പൊ മനസ്സിലാക്കുക, നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന സമചതുരത്തിനെ കുറിച്ചാണ് അല്ലെ. ഓക്കെ, അതിൽ ഒരു വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആണെങ്കിൽ സമചതുരം ഉണ്ടാക്കാൻ ഉപയോഗിച്ച നൂലിന്റെ ആകെ നീളം എത്രയായിരിക്കും? അപ്പൊ നമുക്കറിയാം എല്ലാ സൈഡും 8 ആയിരിക്കും വരിക. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 4 into 1 സൈഡ് ചെയ്താൽ മതി. 4 into 1 സൈഡ്, 4 into 1 സൈഡ് എത്രയാണടാ? 8. 4 8 4 32 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. സോ ഓപ്ഷൻ A ആയിരിക്കും അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. സിമ്പിൾ ആണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ നിങ്ങൾ എല്ലാവരും. ജോണി നവവത്സര ആശംസാ കാർഡ് ഉണ്ടാക്കുകയാണ്. കാർഡിന്റെ വശങ്ങൾ ഒട്ടിക്കാൻ 24 സെന്റിമീറ്റർ നീളമുള്ള കമ്പിളി നൂലുണ്ട്. ഓക്കെ, വശങ്ങളിൽ മുഴുവൻ നൂലും ഒട്ടിക്കാൻ അല്ലെ, വശങ്ങളിൽ എല്ലാ നൂലും ഒട്ടിക്കാൻ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സമചതുര കാർഡിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. സോ നമ്മൾ ഇവിടെയും എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു സമചതുര കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെയും നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഒരു സമചതുര കാർഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കിയതിൽ അതൊരു സമചതുരം അല്ല. ഓക്കെ, ഇപ്പൊ ഏകദേശം അതൊരു സമചതുരമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, റെഡി. അപ്പൊ അവിടെ ഇവിടെ ഒരു വളവൊക്കെ ഉണ്ട്, സാരമില്ല, നോക്കാം. അപ്പൊ ഇതിനകത്ത് മൊത്തവും സമചതുരം മൊത്തം ഉണ്ടാക്കാൻ എനിക്ക് ഉപയോഗിച്ച നൂലിന്റെ നീളമാണ് 24 സെന്റിമീറ്റർ, 24 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ സമചതുരാണ്, നമുക്കറിയാം എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരേ നീളമുള്ള അല്ലെ, അത് ഏത് സെന്റിമീറ്റർ വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഏത് നമ്പർ വേണേ എടുക്കാം. അപ്പോൾ ഏതൊരു നമ്പറാണ് 4 തവണ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 24 കിട്ടുക എന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഏത് നമ്പറിനെയാണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടുക എന്നുള്ള ആലോചിച്ച് നോക്കുക. ഏത് നമ്പർ ആയിരിക്കും കിട്ടുക? 6 ആയിരിക്കും കിട്ടുക അല്ലെ. 6 into 4 ആണ് 24. സോ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. അത് ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ
ഡി ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇതുപോലെ തന്നെ ചതുരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചുറ്റളവുകൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അതിൽ ചതുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ചോദ്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചതുരത്തിന്റെ വശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ചില രൂപങ്ങളുടെ വശത്തിന് അളവാണ്. ചതുരം വരയ്ക്കുവാൻ കഴിയുന്ന അളവുകൾ ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം സൈലത്തിന്റെ ജ്വാല ബാച്ചിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ LSS ആണ് ജ്വാല ബാച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം സെറ്റാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആനുവൽ എക്സാമിനും കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കി കാണണം എല്ലാ ചാപ്റ്റേഴ്സുകളും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രാണ ബാച്ചിന് എൻഡ് ഗെയിം ബാച്ച് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്രാണ ബാച്ചില് എൻഡ് ഗെയിം ബാച്ചിൽ നമ്മളിങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റിവിഷൻ ഇവിടെ സെറ്റാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാത്തിൻ്റെയും ഉത്തരം, എല്ലാ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും ഇല്ലേ. അതുപോലെ തന്നെയാണ് ജ്വാല ബാച്ചിൽ. ഇപ്പം നിങ്ങൾ LSS പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കാം, യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്രയും പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പ്രാണയുടെ എൻഡ് ഗെയിം ബാച്ച്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. 9995400800 എന്നുള്ള നമ്പറാണ്. അപ്പൊ എന്തായാലും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രാണ ബാച്ചിന്റെ എൻഡ് ഗെയിമിൽ വെച്ച് കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ ബൈ.